ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വീക്ക് ഓഫ് ആണ്. അപ്പോൾ ഞങ്ങളൊരു യാത്ര പോകുന്നത് വിചാരിച്ചു. ഇവിടെ ചാൾസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ആണെങ്കിൽ നമ്മുടെ ഗോൾഡ് മൈൻ ഉണ്ട്. ഗോൾഡ് മൈൻ പുരാതന കാലത്തുള്ളതാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. ഗൈസ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 23 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്തിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്കത് കവർ ചെയ്യാൻ വേണ്ടുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 15 മിനിറ്റ് നമുക്ക് എടുക്കത്തുള്ളൂ. പോകുന്ന വഴിയൊക്കെ നല്ല കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് വണ്ടി ഓടിക്കും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഗോൾഡ് മൈൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആരെയും കാണുന്നില്ല. കുറച്ച് ഉള്ളിലോട്ട് പോയി നോക്കട്ടെ ആരെല്ലാം കൊണ്ടുവന്ന്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. ഫർദർ ഇനി എന്താണെന്ന് അറിയില്ല, നോക്കാം. ഗൈസ്, അങ്ങനെ ഇതാണ് ഇവിടുത്തെ മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് അകത്തോട്ട് കയറിയിട്ട് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കുഴി നോക്കട്ടെ അകത്തോട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. നമുക്ക് ക്യാഷ് ഇതിനകത്താണ് പേ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് ആൾക്കാരൊന്നും ഇല്ല. നമ്മുടെ ക്യാഷ് ഉണ്ടെങ്കിൽ ഇവിടെ കണ്ട് ഇതിനകത്ത് ഇടുക, പോവുക, കാഴ്ച കണ്ടിട്ട് പോവുക. ഗൈസ്, ഒരു പ്രേതാലയം പോലെ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതിനകത്തെങ്കിൽ ആൾക്കാരൊന്നും ഇല്ല. ഇവിടെ കണ്ടോ, ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പഴയ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവിടെ ഗോൾഡ് കുഴിച്ചെടുത്ത കുറേ പിക്കാസൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ സംഭവമൊക്കെ എന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഗോൾഡ് മൈൻ എന്നാ സ്റ്റാർട്ട് ചെയ്തെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പോലുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഫുൾ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു ടണലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ അകത്തോട്ട് പോയി നോക്കാം ടണലൊക്കെ ഉണ്ടോ എന്ന്. കുറേ അകത്തോട്ടൊക്കെ പോകണമെന്നാണ് പറയുന്നത്. ഇവിടെ കുറേ കല്ല് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നമ്മുടെ നാട്ടിൽ പുരാതന വസ്തുക്കളില്ലേ ശേഖരിക്കുന്ന പരിപാടി, അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു വലിയ സംഭവം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ ഗോൾഡ് മൈൻ എന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ കണ്ടിട്ട്. ഗൈസ്, ഒരു ടണലുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ഗുഹയുണ്ട്. ഇതിനകത്തൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ തോന്നോട്ട് അയ്യോ ഇതോട്ടല്ല സെറ്റപ്പ്. ഗൈസ്, ഈ കാണുന്നത് ഇവിടെ പണ്ടത്തുള്ള ആൾക്കാരെ ഇവിടെ തണുപ്പത്ത് തീ ആയാനുള്ള സംഭവം തോന്നുന്നു ഈ കാണുന്നത്. ഇത് വലിയൊരു എന്ത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഇവിടെ ഗോൾഡ് കുഴിച്ചെടുക്കാൻ ഉപയോഗിച്ച കുറേ സാധനങ്ങളും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരു വനത്തിൻ്റെ തന്നെ അന്തരീക്ഷമുണ്ട് കേട്ടോ. മുകളിലാണെങ്കിൽ ഒരു ഗുഹയൊക്കെ ഉണ്ട് ചെറിയ. പിന്നെ ഇതുവഴി ചെറിയൊരു അരുവിയൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഒരു ട്രെയിൻ പാളത്തിൻ്റെ ഉള്ളൊരു സംഭവം കാണാം കേട്ടോ. ട്രെയിൻ പാളം തോന്നുന്നു. ഇവിടെ ചവിട്ടി കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്ന അറിയത്തില്ല. പോകാം എന്തായാലും. ഈ വഴി എവിടെ ചെന്ന് അവസാനിക്കും എന്നൊരു പിടുത്തമില്ല ഗൈസ്. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഈ ഗോൾഡൊക്കെ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ റെയിൽ സോറി, എനിക്ക് അറിയത്തില്ല കറക്റ്റ് കേട്ടോ. എനിക്കൊന്ന് ട്രോളി ആണോ ട്രെയിൻ ആണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ട്രോളി ആവാനാ സാധ്യത. അതുകൊണ്ട് ഇവിടെ വേറൊരു ചെറിയ ഗുഹയുണ്ട് അങ്ങോട്ട് പോകുന്നിടത്ത്. ഇതിനകത്തൂടെ പോകുമ്പോൾ വേറൊരു ഗുഹ. ഈ റെയിൽവേ ട്രാക്കിൽ കൂടെ ഉപയോഗിച്ചിരുന്നുണ്ടല്ലോ, അതിൻ്റെ വീലുകളും ഒക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഈ ട്രാക്കിലൂടെ ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന അത് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുടെ വീലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേന് വേറൊരു ഗുഹയുണ്ട് കേട്ടോ. നമ്മുടെ ഈ എന്താ പറയാന്നൊരു പിടുത്തമില്ല, അതുമാതിരിയുള്ളൊരു ഗുഹയാണ് ഗൈസ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ വോയിസ് ഇല്ലേ, അതിൻ്റെ ഗുണ കേവിലോട്ടുള്ള വഴിയില്ലേ,
അതേപോലെ ഒരു ഗുഹയ്ക്കകത്താണ് ഗൈസ് ഞങ്ങളിവിടെ പെട്ട് കിടക്കുന്നത്. എൻ്റെ ഫോണുണ്ട്. ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ. ഇവിടെ പിന്നെ ഈ വന്യജീവികളോ പാമ്പുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ കൂട്ടൊന്നും അല്ല, ഇവിടെ പാമ്പുകളൊന്നും അധിവസിക്കുന്ന രാജ്യം അല്ലാത്തതുകൊണ്ട് നമുക്ക് ഏതിരട്ടത്തും ഇങ്ങോട്ട് സുഖമായിട്ട് വരാം. എന്തുകൊണ്ട് സൗണ്ട് കേൾക്കുന്നവിടെ? സൗണ്ടൊന്നും കേൾക്കുന്നില്ല ഗൈസ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു പിടുത്തമല്ലോ കേട്ടോ. ഈ വഴിയാണെങ്കിൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്, എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോകാം. പക്ഷേ ഇവിടെ നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ആരുമില്ല. അതാണ് ഒരു ഡീമർട്ടായിട്ട് പറയാനുള്ളത്. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അവിടെ ഇവിടെ കുറേ ഇതിൻ്റെ കുറേ അവശേഷിപ്പ് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനോ അത് പറഞ്ഞു തരാനും ആരുമില്ല. അതേ ഉള്ളൊരു കുഴപ്പം. ഇനി കുറേ കൂടെ ഉണ്ട് നടക്കാം കേട്ടോ. തിരിച്ചു പോകുമ്പോൾ അടുത്ത ഗുഹയാന്ന് തോന്നുന്നു കാണുന്നത്. എല്ലാവരും കേവിനകത്തൂടെ തന്നെ കയറി വേണം അപ്പുറത്തിറങ്ങാനായിട്ട്. നമ്മുടെ അടുത്ത കേവ് വന്നിരിക്കുന്നത് ഇതാണ് ഗൈസ്, അടുത്ത കേവ്. ഇതിനകത്തൂടെ കയറി ഇവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള വഴി തീർന്നിരിക്കുന്നു ഗൈസ്. ഒരു ആരോമാരൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് പോകണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കറക്റ്റ് റൂട്ടിലെത്തും എന്നാണ് പറയുന്നത്. പിന്നെയാണെങ്കിൽ ഗോൾഡ് കുഴിച്ചെടുക്കാൻ ഉപയോഗിച്ച കുറേ സാധനങ്ങൾ. എന്താണ് ഇതിൻ്റെ പേരൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. സംഭവം എന്താണെന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ജൈൻറ്റ് വീലൊക്കെ ഇല്ലേ, അതേപോലെ ഒരു വലിയ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. എനിക്കൊന്ന് ഇവിടെ എന്തോന്ന് ഗോൾഡ് മെയിനായിട്ട് കുഴിച്ചെടുത്തത് ഇവിടെ ഈ ഒരു ജൈൻറ്റ് വീല് വെച്ചിട്ടായിരിക്കാം ഗോൾഡ് മെയിനായിട്ട് കുഴിച്ചെടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് അതിൻ്റെ ഒരു അവശിഷ്ടങ്ങളും ഒക്കെ ഇവിടെ കാണാം നമുക്ക്. ഗൈസ്, ഇതിൻ്റെ ഹിസ്റ്ററി പറയുമ്പോഴത്തേന് 1866 ഈ ഒരു ഗോൾഡ് മൈന് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ കുറേ അവശിഷ്ടങ്ങളും ഇത് കുഴിക്കാൻ ഉപയോഗിച്ച കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ. ഇതിനകത്തൊക്കെ പണ്ട് ഇവിടെയൊക്കെ ഗോൾഡിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗോൾഡ് പോയിട്ടൊന്നും കാണുന്നില്ല. എനിക്കൊന്ന് പണ്ട് വീലിലൊക്കെ കറക്കിക്കൊണ്ടിരുന്നത് മാൻ പവറിലായിരിക്കും കറക്കിക്കൊണ്ടിരുന്നത്. അന്നത്തെ കാലത്തൊക്കെ ആ ഒരു അവസ്ഥയിലായിരിക്കും പൊയ്ക്കൊണ്ടിരുന്നത്. കണ്ടോ, ഇവിടെ ഗോൾഡൊക്കെ അരിച്ചെടുക്കാനുള്ള ഒരു പാത്തൊക്കെ ഇവിടെ കാണാം കേട്ടോ. ഇതുവഴിയാണെന്ന് തോന്നുന്നു ഗോൾഡൊക്കെ അരിച്ചെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഗൈസ്, അങ്ങനെ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ബെല്ലൈക്കണിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണുന്നിടം വരെ ഗുഡ് ബൈ.